ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും? പിന്നെന്താ, ഇന്നിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇലയുടെല്ലാം മുമ്പെല്ലാം ആക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എന്തായാലും ഞാനൊരു പുതിയ സ്റ്റീമർ വാങ്ങി, ഒരു ആവിപാത്രം വാങ്ങി. അപ്പോൾ എനിക്ക് അതിലെന്ത് ഫസ്റ്റ് ഉണ്ടാക്കി നോക്കണമെന്ന് ഒന്നും മനസ്സിൽ വരുന്നില്ല. പിന്നെ ഇലയുടെയാണെങ്കിൽ എല്ലാവർക്കും തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്ത് ആ സ്റ്റീമറിലൊന്ന് ഇലയുടെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇറങ്ങിയത് കേട്ടോ. വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി, അത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എങ്ങനെയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇലയുടെ ഉണ്ടാക്കിയത്. ഈ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡിൽ ഉണ്ടാക്കുന്ന ഇലയുടെയൊക്കെ ശരിക്കും നല്ല അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് തന്നെ ഭയങ്കര ഇത് അത്രക്കും ഇഷ്ടം, അത്രക്കും നല്ല ടേസ്റ്റുള്ള ഇലയുടെയാണ്. ഈ തേങ്ങ ഇങ്ങനെ വെല്ലം ഇട്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ കുറച്ച് നല്ലോണം പശു നെയ്യെല്ലാം ഒഴിക്കണം. നല്ല ടേസ്റ്റാണ്, അതിന് വേണ്ടി ഇങ്ങനെ ആക്കണം. അതുപോലെ ഞാൻ ഏലക്കപ്പൊടിയെല്ലാം ഈ തേങ്ങയിലേക്ക് നേരിട്ടിടുമല്ലോ, മക്കൾ ചിലപ്പോൾ കടിച്ചു പോയാൽ കഴിക്കാണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ഈ വെല്ലം ഉരുക്കിയെടുക്കൂലേ, അതിൽ ഏലക്ക ഇടും. ഒന്നിങ്ങനെ കീറി കൊടുത്ത് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ച് ഒഴിച്ചാൽ മതി. ആ ഒരു സ്മെല്ല് കിട്ടും. എനിക്ക് കുത്തി പൊടിച്ചിട്ട് പൊടിയായിടുന്നുണ്ടെങ്കിലും നല്ലൊരു സ്മെല്ല് വരും. എന്തായാലും ഇതാണ് എൻ്റെ സ്റ്റീമർ കണ്ടോ. അൽഹംദുലില്ലാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നെസ്റ്റോയിൽ ഓഫർ കണ്ടപ്പോൾ ഒന്ന് വാങ്ങി നോക്കിയതാണ്. ഞാൻ പൊതുവേ സാധാ അരിപ്പ പാത്രത്തിൽ ഒരു ചെമ്പിൽ വെള്ളം വെച്ച് അരിപ്പ പാത്രം വെച്ച് ഞാൻ ചെയ്യൽ, അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ. ഇതിനൊന്ന് ഓഫറിൽ കണ്ടപ്പോൾ ഒന്ന് വാങ്ങി നോക്കിയതാണ്. നല്ല പാത്രം എനിക്ക് ഇഷ്ടമായി. എന്തായാലും ഇലയുടെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആ തേങ്ങയും വെല്ലവും ഏലക്കപ്പൊടി കുറച്ച് പശു നെയ്യ് ഇത്രയൊക്കെ തന്നെ. പിന്നെ സാധാ പത്തലിൻ്റെ അരിയാണ് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് പരത്തിയിട്ട് ഇതുപോലെ ചുടുന്നത് കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറെല്ലാം ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മാഷാ അല്ലാ, ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയൂല. Ready?